Recipes in Malayalathilotte എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ശില്പ. നമുക്കിന്ന് കുമ്പളങ്ങ പാല് കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതൊരു വെറൈറ്റി കറിയാണ് കേട്ടോ. എൻ്റെ ആൻറ്റിയുടെ സ്പെഷ്യൽ കറിയാണ്. ആൻറ്റിയോട് ചോദിച്ചു വാങ്ങിയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. ചോറിൻ്റെ കൂടെ ആണെങ്കിലും ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ ചോറിൻ്റെ കൂടെ ഞാൻ സാധാരണ ഈ ഒരു കറിയും പിന്നെ കുറച്ച് പയറ് തോരനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പയറുവർഗ്ഗത്തിൻ്റെ കൂടെ ഈ ഒരു കറി കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇതിൻ്റെ ലിസ്റ്റ് ഓഫ് ഇൻഗ്രീഡിയൻസ് താഴെയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. കുമ്പളങ്ങയുടെ തൊലിയെല്ലാം കളഞ്ഞ് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തതിന് ശേഷം ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഏകദേശം 1.25 കപ്പ് കുമ്പളങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് തന്നെ ഞാൻ ഒരു ചെറിയൊരു സവോള എടുത്തിട്ടുണ്ട്. ഇതേപോലെ നീളത്തിൽ അരിഞ്ഞതാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് കറിവേപ്പിലയും ചേർക്കുന്നുണ്ട്. പിന്നെ ഞാൻ 2 ചെറിയ വെളുത്തുള്ളിയും ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതാണ് ചേർക്കുന്നുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ 4 പച്ചമുളകും ഇതേപോലെ അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലോട്ടൊരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അതും ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലോട്ട് നമ്മൾ ചേർക്കുന്ന മല്ലിപ്പൊടിയും മുളക് പൊടിയും 1/4 ടീസ്പൂൺ വീതം മതി. അതിൽ കൂടുതലാകരുത്, കാരണം നമുക്ക് ഈ കറിക്ക് ഒരു മഞ്ഞ നിറമാണ് വേണ്ടത്. പിന്നെ നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മളുടെ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഞെരടിയെടുക്കണം, അതായത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള എല്ലാ സ്പൈസസും, അതായത് നമ്മളുടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ബാക്കിയുള്ള പച്ചമുളക്, സവോള, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇങ്ങനെ ഏകദേശം നമ്മുടെ കുമ്പളങ്ങയൊക്കെ ഉടച്ചെടുക്കുന്ന രീതിയിൽ, അതായത് ഒരു 3-4 മിനിറ്റ് ഇതേപോലെ നന്നായിട്ട് ഞെരടി എടുക്കണം. അങ്ങനെ കുമ്പളങ്ങയൊന്നും ഉടഞ്ഞു പോകുന്നില്ല, എന്നാലും ഞാൻ ഉദ്ദേശിച്ചത് നന്നായിട്ട് നമ്മുടെ കൈ കൊണ്ട് മിക്സ് ചെയ്യണം. ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോഴായിരിക്കും നമ്മളുടെ കറിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്ക് ഈ കുമ്പളങ്ങ അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ ഏകദേശം 1/2 കപ്പോളം വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കണം, എങ്ങാനും വെള്ളം കുറവ് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടി ചൂടുവെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ട് വീണ്ടും മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം, കാരണം വെള്ളം കുറഞ്ഞു പോയാലും അത് അടി പിടിക്കും. അപ്പോൾ അങ്ങനെ നന്നായിട്ട് മൂടി വെച്ച് നന്നായിട്ട് വെന്തു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്കിതിലോട്ട് ഒരല്പം വിനീഗർ ഒഴിച്ചു കൊടുക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരുപാട് വിനീഗർ ഒഴിക്കരുത്, ഒരു 1/4 ടീസ്പൂൺ ആദ്യം ഒഴിക്കുക. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് നോക്കാം, നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഓക്കെ ആണോ നോക്കുക. വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വിനീഗർ പിന്നീട് ഒഴിക്കാം. അപ്പോൾ ഇതേപോലെ കുറച്ച് വിനീഗർ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഞാൻ ഇതിലോട്ട് കട്ടി തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ഏകദേശം 1/4 കപ്പ് മുതൽ 1 കപ്പ് വരെ നമുക്ക് കട്ടി തേങ്ങാപ്പാൽ ഒഴിക്കാം. 1/4 കപ്പൊക്കെ ഒഴിച്ചാലും മതിയാകും. അപ്പോൾ ഈ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാട്ടോ ഞാൻ ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ ഒഴിക്കാം, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് ഫ്ലെയിം ഏറ്റവും ലോയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫ്യൂ സെക്കൻഡ്സും കൂടെ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സംഭവം പിരിഞ്ഞു പോകാൻ പാടില്ലല്ലോ, അതുകൊണ്ടാണ് നമ്മൾ ഫ്യൂ സെക്കൻഡ്സ് മാത്രം ഫ്ലെയിം ഓൺ ചെയ്യാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇളക്കി വെച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, മൂടി വയ്ക്കാം. ഇനി നമുക്ക് ഇതിനായിട്ടുള്ള കടുക് പൊട്ടിക്കാം. അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ എടുക്കാം. ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പം നമുക്കിതിലോട്ടൊരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം. അങ്ങനെ കടുക് പൊട്ടി തുടങ്ങുമ്പം നമുക്കിതിലോട്ട് നിറയെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലോട്ട് ഒരു ഉണക്കമുളകും കൂടെ പൊട്ടിച്ചിട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത് നന്നായിട്ട് വെന്തിട്ടുള്ള നമ്മുടെ കുമ്പളങ്ങ പാൽ കറിയിലോട്ട് നമുക്കിതങ്ങോട്ട് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാം. അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് ഫ്ലെയിം ഒന്നും ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് മിക്സ് ചെയ്യുക. സംഭവം റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇതിൽ ചേർത്തിട്ടുള്ള പച്ചമുളകിൻ്റെ എണ്ണവും അതുപോലെ തന്നെ ഉണക്കമുളകിൻ്റെ എണ്ണവും ഒക്കെ ഓരോരുത്തരുടെ എരിവനുസരിച്ച് വ്യത്യാസപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്, ഒരു വെറൈറ്റി കറിയുമായിരിക്കും. നിങ്ങളെല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നതെങ്കിൽ താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്ത് ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമായിരിക്കും ഞാൻ എപ്പോൾ ഒരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. Thank you so much for watching. Bye.